രാഷ്ട്രപിതാവിന്റെ 76ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനം തൊടുപുഴയിൽ ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്ക്വയറിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിലാണ് ദിനാചരണ പരിപാടികൾ നടന്നത്. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി ഈ രാജ്യം പുതുക്കുകയാണ്. ലോകത്ത് ഇന്നും അത്ഭുതമായി ലോകവും സമാനതകളില്ലാത്ത ഉന്നതമായ നേതൃഗുണങ്ങളുടെ വാക്കുകൾക്ക് അതീതമായിട്ടുള്ള വ്യക്തിപ്രഭാവത്തിൽ സർവോപരി ത്യാഗത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്ന നമ്മുടെ ഈ രാജ്യത്തിൻ്റെ എല്ലാമായി മഹാത്മജിയുടെ ഓർമ്മകൾ ഇന്നും എപ്പോഴും ഈ ലോകത്ത് ഏറെ പ്രസക്തമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലോകത്തിന്റെ ചിന്താധാരകളെ സ്വാധീനിച്ച നേതാവായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോമോൻ ഫിലിപ്പ് യോഗത്തിൽ അധ്യക്ഷനായി. നേതാക്കളായ നിഷ സോമൻ, ലീലമ്മ ജോസ്, ജോസോലി, ജാഫർ ഖാൻ മുഹമ്മദ്, ജോയി മൈലാടി, ടോമി പാലയ്ക്കൽ, KK തോമസ്, സിനി സാബു, PV അച്ചാമ്മ, CS മഹേഷ്, KG സജിമോൻ, സുരേഷ്, രാജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.